ഇതാണ് മുടിങ്കോല്. കന്ന് കൂട്ടുമ്പോഴേ പോത്തിനെങ്ങനെ തല്ലാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വടിയാണിത്. പറഞ്ഞുതരാം. കന്നുപൂട്ട് അതായത് പോത്തുപൂട്ട് പണ്ട് കാലങ്ങളിൽ ഒരു ജീവിത മാർഗമായിട്ടാണ് കണ്ടിരുന്നെങ്കിൽ ഇന്നൊരു വികാരമായിട്ട് കാണുന്ന ആളുകളുണ്ട്. ലക്ഷങ്ങൾ കൊടുത്ത് പോത്തിനെ വാങ്ങിച്ച് സജ്ജീകരിച്ച് പോത്തുപൂട്ട് മത്സരങ്ങൾക്ക് ഇന്നും കൊണ്ടുപോകുന്നുണ്ട്. പഴയകാല ഓർമ്മകൾ നിലനിർത്താനുള്ള ഒരു ആഗ്രഹമായിരിക്കാം അതിന്റെ പിന്നിലെന്ന് തോന്നിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടി, നിലം ഉഴുന്നതിന് വേണ്ടി, മണ്ണ് ഇളക്കി മറിക്കുന്നതിന് വേണ്ടിയായിരുന്നു പോത്തിന് പൂട്ടിയിരുന്നത്. രണ്ട് പോത്തുകളുടെ കഴുത്തില് നുകം എന്ന പേരുള്ള മരത്തിന്റെ ഒരു ദണ്ട് വെച്ച് കെട്ടും. അതിന്റെ മുകളിൽ കരി എന്ന് പേരുള്ള ഒരു ഇരുമ്പ് ഘടിപ്പിച്ച മരത്തിന്റെ മറ്റൊരു ഉപകരണം വെച്ച് കെട്ടും. ഈ പോത്തിന്റെ പിറകെ ഒരാള് ഈ കരി മണ്ണിലേക്ക് താഴ്ത്തി പിടിച്ച് ഇങ്ങനെ നടക്കും. ഈ പോത്ത് നടക്കുമ്പോൾ കരിയുടെ അറ്റത്ത് ഘടിപ്പിച്ച ഇരുമ്പിന്റെ മൂർച്ച കൊണ്ടാണ് മണ്ണ് ഇളകി മറിയുന്നത്. ഈ സമയത്ത് പോത്തുകൾ, അതായത് കന്നുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വടിയാണ് വീഡിയോയിൽ ഞാൻ നേരത്തെ കാണിച്ച മുടിങ്കോല്. ഇത് മരത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഒരു വടി തന്നെയാണ്. അതിന്റെ മുകളിൽ ഒരു പിടുത്തുണ്ടാക്കും, വള്ളി കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും വടി പൊട്ടിച്ച് അതിപ്പോ ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെയാണ് പിടുത്തുണ്ടാക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ പോത്തിനെ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കാളകൾ ഉപയോഗിച്ചും ചെയ്തിരുന്നു. പോത്തിനെ പണ്ടും മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയിരുന്നു. എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പോത്തുകൾ അതിനു വേണ്ടി സജ്ജീകരിച്ചിരുന്നത് സാധാരണ കൊടുക്കുന്ന പുല്ലും വൈക്കോലിനും പുറമെ കോഴിയൊക്കെ പുഴുങ്ങി കൊടുക്കും. ഞങ്ങളൊക്കെ അന്ന് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് കോഴിയിറച്ചി കഴിക്കുക. അപ്പോഴാണ് മാസത്തില് 2 പ്രാവശ്യമൊക്കെ പോത്തിന് കോഴിയെ പുഴുങ്ങി കൊടുക്കുന്നത്. കോഴിയിൽ ചെറിയ ജീരകം, വലിയ ജീരകം, അയമോദകം, ചതവുപ്പ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് വേവിച്ച് ഉരലില് ഇട്ടിടിക്കും. പഴയ കാലങ്ങളിൽ നെല്ല് കുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം പോലെ, കല്ലിന്റെ ഒരു പാത്രമാണ് ഉരല്. നെല്ല് കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് അരിയാക്കി മാറ്റുക. നെല്ലൊന്നും അത്ര സജീവമായിരുന്നില്ല. അപ്പൊ അതിലിട്ട് ഇടിച്ച് പുല്ലിലോ വൈക്കോലിലോ വെച്ചിട്ടാണ് പോത്തിന്റെ വായിലേക്ക് കൊടുക്കുന്നത്. പോത്ത് ഇത് കഴിക്കില്ല, കാരണം പോത്ത് സസ്യഭുക്കാണ്. ഇറച്ചി കഴിക്കില്ല, കോഴിയിറച്ചി കഴിക്കില്ല. അപ്പൊ 3-4 പേര് പിടിച്ചിട്ടാണ് ഇതിന്റെ വായിലേക്ക് തല്ലി കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ അതിന്റെ മണം ഒരു വല്ലാത്തൊരു മണാണ്. വെളുത്തുള്ളി, അയമോദകവും, ചതവുപ്പിയും, ചെറിയ ജീരകവും, വലിയ ജീരകവും ഒക്കെ ചേർന്ന് വേവിച്ചു വരുമ്പോ ഞങ്ങളിങ്ങനെ വായിന്ന് ഇങ്ങനെ വെള്ളം വരും. പക്ഷെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇന്ന് ശീതീകരിച്ച റൂമുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പലരും ഇത് ഓർക്കുന്നുണ്ടാവും, സിയിലൊക്കെ ഇരുന്ന് ഓർക്കുന്നുണ്ടാവും. പഴയ കാലത്ത് ഇത്തരം ഓർമ്മകളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അയവിറക്കുന്നത് നമ്മുടെ ടെൻഷനൊക്കെ കുറക്കാൻ, നമ്മുടെ പിരിമുറക്കൊക്കെ കുറക്കാൻ നല്ലതാണ്. അവ എന്നെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റഫീഖ് ഗുലാം. താങ്ക് യു.